ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഐസ്ക്രീമാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഓട്സ് ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പാല് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഓട്സ് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ജാറിലേക്ക് അല്പം കൂടി പാലൊഴിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം അല്പം പോലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം. എൻ്റെ ആങ്ങളയുടെ മോൾ നസ്രിയ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനിത് ഇടാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിച്ചെടുത്തിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 2 കപ്പ് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അരച്ചെടുക്കാനും ഇതിലേക്കും കൂടി 2.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ചും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാനായി ശ്രദ്ധിച്ചേക്കണം. ഒട്ടും അടിയിൽ പിടിക്കാതെ സൂക്ഷിച്ച് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റേജിലാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. അങ്ങ് തണുക്കുമ്പോൾ കുറേ കൂടി കട്ടിയായിട്ട് വരും. കണ്ടില്ലേ, തണുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. 2 മിനിറ്റ് സമയമെടുത്ത് നല്ല പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഐസ് ക്രിസ്റ്റൽസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ വെച്ചൊന്ന് കവർ ചെയ്താലും മതിയാകും. ഇനി ഇതിൻ്റെ അടപ്പിട്ട് കൊടുത്തതിന് ശേഷം ഓവർനൈറ്റ് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. പിറ്റേ ദിവസമായപ്പോഴേക്കും ഐസ് ക്രിസ്റ്റൽസ് ഒന്നും പിടിക്കാതെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ലതുപോലെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രീമിയും ഹെൽത്തിയുമായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. ഓട്സ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഐസ്ക്രീം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഇഷ്ടമാകും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.